ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകൻ ആകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി ഗൗതം ഗംഭീർ. അമിത്ഷായുടെ മകനും BCCI സെക്രട്ടറിയുമായ ജയ്ഷാ ഗംഭീറിനെ പരിശീലകനായി ഉടൻ പ്രഖ്യാപിക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട്. അതേസമയം മുൻ MP എന്ന നിലയിൽ സർക്കാർ രൂപീകരിച്ചതിന് ശേഷമുള്ള വ്യക്തിപരമായ കൂടിക്കാഴ്ച എന്ന വിശദീകരണമാണ് ഇതിനെക്കുറിച്ച് ഗൗതം ഗംഭീർ പറയുന്നത്. 2019 തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ നിന്ന് BJP ടിക്കറ്റിൽ മത്സരിച്ച് ലോക്സഭയിൽ എത്തിയിരുന്നുവെങ്കിലും ഇത്തവണ BJP ഗംഭീറിനെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നില്ല. IPL കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ പരിശീലകനാണ് ഗൗതം ഗംഭീർ. ഇത്തവണ കൊൽക്കത്ത കിരീടം നേടിയതോടെയാണ് BCCI ഗംഭീറിനെ ടീം ഇന്ത്യയുടെ മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുവെന്ന വാർത്തകൾ വന്നു തുടങ്ങിയത്. 2020 ലോകകപ്പോടെ കാലാവധി തീരുന്ന ഇന്ത്യൻ കോച്ച് രാഹുൽ ദ്രാവിഡിൻ്റെ സ്ഥാനത്തേക്ക് ഗംഭീർ കോച്ചായി സ്ഥാനമേൽക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നത്. ജൂൺ അവസാനത്തോടെ ഗംഭീർ BCCIയുമായി കരാറിൽ ഒപ്പുവച്ചേക്കും. തനിക്ക് ആവശ്യമുള്ള സപ്പോർട്ടിംഗ് സ്റ്റാഫിനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഗംഭീറിന് ലഭിക്കുകയും ചെയ്യും. 2027 നടക്കുന്ന ഏകദിന ലോകകപ്പ് വരെയാണ് ഈ പുതിയ കരാർ. ഗംഭീർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടതോടെയാണ് തീരുമാനം ഏകദേശം ഉറപ്പായതെന്ന് ദൈനിക് ഭാസ്കർ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യൻ ടീമിനെ പരിശീലിപ്പിക്കാൻ എനിക്കിഷ്ടമാണ്. നിങ്ങളപ്പോൾ 140 കോടി ഇന്ത്യക്കാരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നാണ് ഗംഭീർ പറഞ്ഞത്. 2007 2020 ലോകകപ്പും 2011 ഏകദിന ലോകകപ്പും നേടിയ ഇന്ത്യൻ ടീമിലെ പ്രധാന അംഗവുമായിരുന്നു ഗംഭീർ. വിക്രം റാത്തോറാണ് ഇപ്പോൾ ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ച്. മുൻപ് രവിശാസ്ത്രി ഇന്ത്യയുടെ പരിശീലകനായിരുന്ന സമയത്തായിരുന്നു സഞ്ജയ് ബംഗാറിനെ മാറ്റി വിക്രം റാത്തോറിനെ ബാറ്റിംഗ് പരിശീലകനായി കൊണ്ടുവന്നത്. പിന്നീട് ദ്രാവിഡ് പരിശീലനായി സ്ഥാനം ഏറ്റപ്പോഴും റാത്തോർ തുടരുകയായിരുന്നു. എന്നാൽ ഇനി റാത്തോറിന് തുടരാൻ സാധിക്കില്ല എന്നതിൻ്റെ സൂചനയും ഗംഭീർ നൽകിയിട്ടുണ്ട്. ആദ്യം തെറിക്കുന്നത് റാത്തോർ തന്നെയായിരിക്കും. എന്നാൽ ഫീൽഡിംഗ് കോച്ചായി മുൻ ലോകോത്തര താരം ജോൺ ഡി റോഡ്സ് എത്തിയേക്കും എന്നും പറയുന്നുണ്ട്. ഗംഭീർ ഇന്ത്യൻ ടീമിൻ്റെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നുവെന്ന വാർത്ത IPL ടീമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് സമ്മാനിക്കുന്ന ആശങ്ക ചെറുതല്ല. 2014 ശേഷം കൊൽക്കത്ത നേരിട്ടിരുന്ന കിരീട വരൾച്ച അവസാനിച്ചത് 2024 ഗംഭീർ മെൻഡറായി ടീമിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷമായിരുന്നു. ഇക്കുറി ലേലം മുതൽ ഗംഭീറായിരുന്നു കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. സുനിൽ നരേനെ വീണ്ടും ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവന്നതുൾപ്പെടെ KKRൻ്റെ തലവര മാറ്റിയ പല തീരുമാനങ്ങളും കൈക്കൊണ്ടത് ഗംഭീറായിരുന്നു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ 3ാം IPL കിരീടത്തിന് പിന്നിൽ സുപ്രധാന പങ്ക് വഹിച്ച ക്രിക്കറ്റ് ബുദ്ധിയായിരുന്നു ഇത്തവണ ഗൗതം ഗംഭീർ. അദ്ദേഹം അടുത്ത സീസണിൽ ഒപ്പമില്ലെങ്കിൽ കൊൽക്കത്തയ്ക്ക് അത് വലിയ തിരിച്ചടി തന്നെയായിരിക്കും.